വനിതാ പ്രീമിയർ ലീഗിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു UP വാരിയേഴ്സ് നേരിടുന്നു. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ആതിര ചേരുന്നു. ആതിര, വനിതാ പ്രീമിയർ ലീഗിൽ ഇപ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു UP വാരിയേഴ്സിനെ നേരിടുകയാണ്. നമുക്കറിയാം, ആദ്യ ജയം തേടിയാണ് ബംഗളൂരു ഇന്ന് കളത്തിലിറങ്ങിയിരിക്കുന്നത്. എങ്ങനെയാണ് കളി പുരോഗമിക്കുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഭദ്ര ടോസ് നേടി ബൗളിംഗ് തിരഞ്ഞെടുത്ത ബംഗളൂരിൻ്റെ തീരുമാനം ശരിയെന്ന് കാണിക്കുന്ന അല്ലെങ്കിൽ ശരിയെന്ന് ഉറപ്പിക്കുന്ന ഒരു പ്രകടനമാണ് ഇപ്പോൾ ബംഗളൂരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. RCBക്ക് 3 വിക്കറ്റുകളാണ് RCB നേടിയത്. UPയുടെ രണ്ട് ഓപ്പണർമാരെ ആദ്യ ഓവറിൽ തന്നെ UP വാരിയേഴ്സിന് നഷ്ടമായിരിക്കുകയാണ്. സോഫി ഡിവൈനാണ് രണ്ട് ഓപ്പണർമാരെയും മടക്കിയത്. ക്യാപ്റ്റനായിട്ടുള്ള UPയുടെ കഴിഞ്ഞ കളികളിലൊക്കെ മികച്ച ഫോമിലുണ്ടായിരുന്ന ക്യാപ്റ്റൻ അലിസ ഹീലിയെ പുറത്താക്കി സോഫി ഡിവൈൻ ശോഭന ആശയ്ക്ക് ഒരു ക്യാച്ച് നൽകുകയായിരുന്നു. അതുപോലെ തന്നെ ദേവിക വൈദ്യയും സോഫി ഡിവൈൻ പുറത്താക്കിയിരിക്കുകയാണ്. പിന്നാലെ മേഗൻ സ്കാട്ടും ബാംഗ്ലൂരിനായിട്ട് ഒരു വിക്കറ്റ് നേടി റിച്ച ഘോഷിന് ക്യാച്ച് നൽകുകയായിരുന്നു. ഇപ്പോൾ ക്രീസിൽ കിരൺ നവ്ഗീറും അതുപോലെ തന്നെ ഗ്രേസ് ഹാരിസുമാണ് ക്രീസിലുള്ളത്. ഒന്നാം ഓവറിൽ തന്നെ രണ്ട് ഓപ്പണർമാരെയും UP വാരിയേഴ്സിന് നഷ്ടമായിരിക്കുകയാണ്. ഭദ്ര നേരത്തെ സൂചിപ്പിച്ചതുപോലെ സീസണിലെ ആദ്യ ജയം തേടിയിട്ടാണ് ബാംഗ്ലൂർ ഇന്ന് കളത്തിലിറങ്ങിയിരിക്കുന്നത്. കളിച്ച 5 കളികളും ബംഗളൂരുവിന് ജയിക്കാനായിട്ടില്ല. അതുകൊണ്ട് പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനക്കാരാണ് ബംഗളൂരു ഇപ്പോൾ. എന്നാൽ UP വാരിയേഴ്സ് 4 കളികളിൽ നിന്ന് രണ്ട് ജയം സ്വന്തമാക്കി 4 പോയിന്റുമായി പട്ടികയിൽ 3-ാം സ്ഥാനത്തായിട്ടാണ് UP വാരിയേഴ്സ് ഇപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ കളികളിലെ ബംഗളൂരുവിൻ്റെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഓപ്പണിംഗ് കൂട്ടുകെട്ട് തന്നെ പല മത്സരങ്ങളിലും ഓപ്പണിംഗ് കൂട്ടുകെട്ട് മികവിലേക്ക് ഉയരാത്തതാണ് ബംഗളൂരുവിന് അല്ലെങ്കിൽ RCBക്ക് തിരിച്ചടിയാകുന്നത്. സ്മൃതി മന്ദാനയ്ക്ക് പല ഘട്ടങ്ങളിലും സ്കോർ കണ്ടെത്താൻ കഴിയുന്നില്ല. അതേസമയം എല്ലിസ് പെരിയുടെ ഇന്നിങ്സ് ബംഗളൂരുവിനെ ഒരു വലിയ തകർച്ചയിൽ നിന്ന് രക്ഷിക്കുന്ന കാഴ്ചയും കഴിഞ്ഞ മത്സരത്തിൽ ഉൾപ്പെടെ കാണാൻ സാധിച്ചിരുന്നു. എന്നാൽ ബാറ്റിംഗ് നിര ഇത്തരത്തിൽ ഭേദപ്പെട്ട സ്കോർ കണ്ടെത്തുന്ന അതേ സമയത്ത് തന്നെ ബൗളിംഗ് നിരയ്ക്കും മികവിലേക്ക് ഉയരാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ മത്സരങ്ങൾ പരിശോധിച്ചാൽ അത് വ്യക്തമാകുന്നതാണ്. UP വാരിയേഴ്സുമായി നടന്ന ആദ്യ മത്സരത്തിൽ തന്നെ 10 വിക്കറ്റിനായിരുന്നു UP വാരിയേഴ്സിൻ്റെ ജയം. ഇത്തരത്തിൽ കഴിഞ്ഞ മത്സരങ്ങൾ പരിശോധിച്ചാൽ ബൗളിംഗ് നിര മികവിലേക്ക് വരാത്തൊരു കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് നേരെ മറിച്ച് ആദ്യ ഓവറുകളിൽ തന്നെ UPയുടെ വിക്കറ്റുകൾ വീഴ്ത്തി ബൗളിംഗ് നിര ഒരു അല്ലെങ്കിൽ കളിയിലേക്ക് അല്ലെങ്കിൽ മികവിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ആദ്യ ജയം തേടിയാണ് ബംഗളൂരു ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. ലീഗിൽ ഇതുവരെ ഒരു കളി പോലും ജയിക്കാത്ത ഏക ടീമാണ് ബംഗളൂരു. അതേസമയം വനിതാ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫ് ഉറപ്പിച്ചിട്ടുണ്ട് എന്നും പറയാം. ഭദ്ര. ശരി, ആദ്രയാണ് വിശദാംശങ്ങൾ നൽകിയത്. വനിതാ പ്രീമിയർ ലീഗിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും UP വാരിയേഴ്സും ഇപ്പോൾ നേർക്കുനേർ. നിലവിൽ പോയിന്റ് പട്ടികയിൽ 4 പോയിന്റുമായി UP വാരിയേഴ്സ് 4-ാം സ്ഥാനത്താണ്. അതേസമയം WPLൽ ആദ്യ ജയം തേടി ബംഗളൂരു ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. പോയിന്റ് പട്ടികയിൽ അവസാനമാണ് ബംഗളൂരു ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം ഏറെ നിർണായകവുമാവുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് ആതിര.